ഫെഡറേഷന് പാൽവില കൂട്ടാനുള്ള അധികാരം ഫെഡറേഷന് തന്നെ ഉണ്ട്. നമ്മൾ ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാൽവില വർധനവിന് തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ മിൽമയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക്, കർഷകരുടെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. മിൽമയുടെ പ്രധാനപ്പെട്ട ബോർഡ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. 4 രൂപ വർദ്ധിപ്പിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യം ബോർഡ് യോഗത്തിൽ ചർച്ചയാകും. അതിന് മിൽമ ചെയർമാൻ കെ.എസ്. മണിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഇന്നത്തെ ബോർഡ് യോഗത്തിൽ പാൽവില വർധനവ് സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകുക, സർക്കാരിൻ്റെ അനുമതി ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ബോർഡ് യോഗത്തിൽ നമ്മൾ പാൽവില വർധനവുമായിട്ടുള്ളൊരു അജണ്ട വച്ചിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന പോലെ ഏകദേശം 6 മാസം മുമ്പ് തന്നെ മിൽമ ഫെഡറേഷൻ്റെ തീരുമാനപ്രകാരം പാൽവില വർധനവ് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു പോയതാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ പ്രത്യേക സാഹചര്യം കൊണ്ട് സർക്കാരുമായി ആശയവിനിമയം, അനുമതിയല്ല, പലരും പറയുന്നത് അനുമതിയല്ല, ഫെഡറേഷന് പാൽവില കൂട്ടാനുള്ള അധികാരം ഫെഡറേഷന് തന്നെ ഉണ്ട്. പക്ഷേ നമ്മളൊരു വളരെ ചെറിയ ഒരു വിഭാഗം കർഷകരുടെ പ്രതിനിധിയും പ്രസ്ഥാനമായതുകൊണ്ട് പാല് മേടിച്ചുപയോഗിക്കുന്ന വലിയൊരു വിഭാഗമുള്ളതുകൊണ്ട് സർക്കാരുമായി ആശയവിനിമയം നടത്തി ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ ഒരു പാൽവില വർധനവ് നടപ്പിലാക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. ഇപ്രാവശ്യം അതുതന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വിധത്തിൽ ഇന്ന് പാൽവില വർധനവിന് വേണ്ടി നമ്മൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് അത് ഒന്ന് റിലാക്സ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ സമീപിച്ചിരുന്നു. ഒരു 10 ദിവസം മുമ്പാണ് അതിന് കത്ത് കൊടുത്ത് സമീപിച്ചത്. പക്ഷേ ഇന്നലെ വരെ നമുക്കതിനകത്ത് അനുകൂലമായിട്ടുള്ളൊരു നടപടി വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ബോർഡിൽ സർക്കാരിൻ്റെ പ്രതിനിധികളും എൻ്റെ ബോർഡ് മെമ്പറാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുണ്ട്, അതുപോലെ ഫിനാൻസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്. അവരെല്ലാം ഇതിൽ മെമ്പറായതുകൊണ്ട് ഈ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ അത് റിലാക്സ് ചെയ്യാത്ത സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവിടെ ചർച്ച ചെയ്തേ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. സർക്കാരിൻ്റെ അനുമതി എന്നല്ല, അവർ പോസിറ്റീവാണ്, ചർച്ച ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഇപ്പോൾ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പിന്നെ മറുപടി വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്ര കൂട്ടണം എന്താണെന്നുള്ളത് ഭരണസമിതിയിൽ ഉചിതമായ ചർച്ചയിൽ നമുക്ക്. ബോർഡിൻ്റെ ഒരു ആവശ്യം 6 രൂപയായിരുന്നു എന്ന് തോന്നുന്നു. 10 രൂപ മുതൽ ആവശ്യം വന്നല്ലോ. ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞത് 10 രൂപ വേണമെന്ന് പറയുന്നു, 6 രൂപ കൂട്ടണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്നലെ തകൃതിയായി 4 രൂപ പറയുന്നുണ്ട്. ഉചിതമായി ഭരണസമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കും. ഇത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെയല്ല. ഇതൊരു കർഷകരുടെ പ്രസ്ഥാനമാണെങ്കിലും ഇത് ഒരു കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യം കൂടെ സംരക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അതായത് പാൽവില കൂടുമെന്ന കാര്യം ഉറപ്പാണ്. അത് ആ തീരുമാനം ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എടുക്കുക എന്ന കാര്യത്തിൽ മാത്രമേ സംശയം. ഉറപ്പാണെന്ന് ഞാൻ ഇന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാൽവില വർധനവിന് തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിൽമയുടെ ആപ്തവാക്യം തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ കർഷകരുടെ പുരോഗതി എന്നാണ് ഞങ്ങളുടെ ആപ്തവാക്യം. ഇതിനകത്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാൽവില ഇവിടെയല്ലേ? പാൽവില കർഷകന് കൊടുക്കുന്ന സംസ്ഥാനം നമ്മളുടെയാണ്. നമ്മൾ വിൽക്കുന്ന വിലയിൽ നമ്മളുടെയല്ല. നമ്മളിപ്പോൾ 56 അല്ല, 56 എന്ന് പറഞ്ഞത് അത് 550 ml പാല് കൊടുക്കുന്ന ഒരു പ്രത്യേക പാക്കറ്റിനാണ് 56 രൂപ. യഥാർത്ഥത്തിൽ പാൽവില എന്ന് പറഞ്ഞാൽ ടോണ്ട് മിൽക്ക് 3 ഫാറ്റും 8.5-ന് 50 രൂപയാണ്. അതിനാണ് പാൽവില വർദ്ധിപ്പിക്കുന്നത്. അതിൻ്റെ ഹോമോജനൈസ്ഡ് 52 രൂപയും. മറ്റേ 56 രൂപ എന്ന് പലരും പറയുന്നത് 550 ml ആണ്, 500-ന് പകരം. മറ്റ് പലരും എനിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും കിട്ടുന്ന മനസ്സിലാവുന്നത് 500-ന് പകരം 450 ഗ്രാമൊക്കെ ആക്കി ചുരുക്കിക്കൊണ്ട് അതേ വിലയ്ക്ക് കൊടുത്തുകൊണ്ട് നഷ്ടം അവർ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഏതായാലും നമ്മളിപ്പോഴും 550-നാണ് ഈ 56 രൂപ കൊടുക്കുന്നത്. ഇപ്പോൾ പാൽവില ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചാലുള്ള ഒരു ഇപ്പോൾ LDF സർക്കാർ, രണ്ടാമത്തെ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ സ്റ്റിൽ ഭരണത്തിലുള്ളത്. ഈ സമയങ്ങളിൽ വർദ്ധിപ്പിച്ചാൽ ഈ സർക്കാർ വർദ്ധിപ്പിച്ചു എന്നൊരു പഴി കൂടി കേൾക്കേണ്ടി വരില്ലേ? അതൊന്നും നമുക്ക് വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സർക്കാരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോൾഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ സാഹചര്യം ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആദ്യം ലോക്കൽ ബോഡി ഇലക്ഷനും പിന്നീട് നിയമസഭാ ഇലക്ഷനും അല്ലേ? നിശ്ചയമായിട്ടും സർക്കാരുടെ മുമ്പിൽ ചിന്തിക്കുന്നത് ഇത് വാങ്ങിച്ചുപയോഗിക്കുന്ന വലിയ ഒരു വിഭാഗം കൺസ്യൂമേഴ്സാണ്. ഞങ്ങൾ മിൽമയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ, കർഷകരുടെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. പക്ഷേ അത് തീരുമാനം എടുക്കുമ്പോഴുണ്ടായ പ്രധാന അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ആ സമയങ്ങളിലൊക്കെ നമ്മളുടെ പാല് സംഭരണത്തിൽ ഗണ്യമായ വർധനവാണ്. ഇപ്പോൾ അറിയാം, ഏകദേശം കഴിഞ്ഞ 10 കൊല്ലം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് പാലിൻ്റെ സംസ്ഥാനത്ത് സംഭരണത്തിൽ 13%, കൃത്യമായി 12
12.89% വർധനമുണ്ടായിട്ടുള്ളത്. അപ്പോൾ പല ഭാഗത്തുനിന്നും ആരോപണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ വിമർശനങ്ങളും വരുന്നത് ക്ഷീരകർഷകർ ഇതൊന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പശുക്കളുടെ എണ്ണം കമ്മിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വസ്തുതയായിരിക്കാം. പക്ഷേ മിൽമയെ സംബന്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാലിൻ്റെ സംഭരണത്തിൽ കുറവ് വന്നില്ലെന്ന് മാത്രമല്ല, അസാമാന്യമായ വർധനവ് 12.89% വർധനമാണ്. അപ്പോൾ കർഷകർ തൃപ്തരായിട്ടാണല്ലോ ഇത്രയധികം പാല് വന്നിട്ടുള്ളത്. അതാണ് 2022 ഡിസംബറിലാണെന്ന് തോന്നുന്നു ഇതിനു മുമ്പ് അവസാനമായി പാൽ വിലയിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വർധനവ് എന്നത് റിയാലിറ്റിയാണ്. അത് എപ്പോഴത്തേക്കെന്നത് ചില തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് നിയമപരമായ ചില കുടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് 10 ദിവസം മുമ്പ് നോട്ടീസ് നൽകി. ഇന്ന് ഈ ബോർഡ് യോഗം ചേരുന്ന സമയത്തൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി കിട്ടിയാൽ ആ തീരുമാനം ഇന്ന് തന്നെ ഒരുപക്ഷെ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ അനുമതിക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക. 4 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.